ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എ ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ് റസ്റ്റ് വിത്ത് ബോട്ടം ബേസ് സെൻട്രലി ഓൺ ദ ടോപ്പ് ഓഫ് എ ക്യൂബ്. ഈ കോമ്പിനേഷൻ ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് സിമ്പിൾ സോളിഡ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു സോളിഡിന്റെ മുകളിൽ വേറൊരു സോളിഡ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഡിഫറെന്റ് വേസിൽ ഡിഫറെന്റ് സോളിഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് കോമ്പിനേഷൻസ് കിട്ടും. ഈ കോമ്പിനേഷന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓർ ഐസോമെട്രിക് വ്യൂ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡ് പ്ലേസ്ഡ് സെൻട്രലി ഓവർ ദ സ്ക്വയർ പ്രിസം. ദാറ്റ് മീൻസ് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ ഈ രണ്ട് സോളിഡ്സിന്റെയും ആക്സസ് സെയിം ലൈനിലായിരിക്കും. ദാറ്റ് ഈസ് കോ ആക്സിയൽ ആയിരിക്കും. ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡിന്റെ ആക്സസും ഈ സ്ക്വയർ പ്രിസത്തിന്റെ ആക്സസും സെയിം ലൈനിലാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രോബ്ലം ചോദിക്കാറ്. സിലിണ്ടറിന്റെ മുകളിലൊരു കോണർ റെസ്റ്റ് ചെയ്യുന്നു, ഇതൊരു കോമ്പിനേഷനാണ്. പ്രിസത്തിന്റെ മുകളിലൊരു കോണർ റെസ്റ്റ് ചെയ്യുന്നു, ഇതൊരു കോമ്പിനേഷനാണ്. ഇനി ഇതിന്റെ മുകളിലൊരു സ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നു, ഇതൊരു കോമ്പിനേഷനാണ്. ഇതൊരു കോമ്പിനേഷനാണ്, സ്ഫിയർ ആൻഡ് പ്രിസം. ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. എ ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ്, ബേസ് സൈഡ് 30 mm, ടോപ്പ് ബേസ് സൈഡ് 10 mm ആൻഡ് ഹൈറ്റ് 35 mm, റസ്റ്റ് വിത്ത് ബോട്ടം ബേസ് centrally on the top of a cube of side 40 mm. Draw the isometric view of the combination. Isometric drawing of combination of solids വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് വൺ, പ്രോബ്ലം നോക്കി ഐഡന്റിഫൈ ചെയ്യുക ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണോ അതോ ഐസോമെട്രിക് ഡ്രോയിങ് ഓർ വ്യൂ ആണോ ചോദിച്ചിരിക്കുന്നത് എന്ന്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഉടനെ ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്ത് ഐസോമെട്രിക് ലെങ്ത് മാർക്ക് ചെയ്യുക. ഐസോമെട്രിക് വ്യൂ ഓർ ഐസോമെട്രിക് ഡ്രോയിങ് ആണെങ്കിൽ ട്രൂ ലെങ്ത് തന്നെ യൂസ് ചെയ്ത് വരയ്ക്കാം. ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വൺ, കോമ്പിനേഷൻ ഓഫ് സോളിഡ്സിൽ ഏത് സോളിഡാണ് താഴെയുള്ളത് ഏത് സോളിഡാണ് മുകളിലുള്ളത് എന്നുള്ള കാര്യം പ്രോബ്ലം നോക്കി ഐഡന്റിഫൈ ചെയ്യാം. നെക്സ്റ്റ്, പ്രോബ്ലത്തിൽ സോളിഡിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പ്ലെയിൻസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. ഈ പ്രോബ്ലം തന്നെ നോക്കിയാൽ മനസ്സിലാവും. റസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ക്യൂബ് നമുക്ക് HP റെസ്റ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പൊസിഷൻസ് പോസിബിൾ ആണ്. ബട്ട് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ, മിക്ക പ്രോബ്ലത്തിലും സ്പെസിഫൈ ചെയ്യാറില്ല. സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പൊസിഷൻ എടുക്കുക. അതായത് മാക്സിമം ഐസോമെട്രിക് ലൈൻസ് വരുന്ന ഈ പൊസിഷൻ എടുക്കുക. ഈ പൊസിഷൻ ഒന്നും എടുക്കരുത്, കാരണം ഇതൊക്കെ നോൺ ഐസോമെട്രിക് ലൈൻസ് കൂടുതൽ വരുന്നതാണ്. ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ മാക്സിമം വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ പൊസിഷൻ എടുക്കുക. ഈ പ്രോബ്ലത്തിൽ ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഇവിടെ ചോദിച്ചിരിക്കുന്ന സോളിഡ്സ് ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ് ആൻഡ് ക്യൂബാണ്. ഇവിടെ ക്യൂബാണ് ബോട്ടം സോളിഡ്. കാരണം പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നു ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ് റസ്റ്റ് വിത്ത് ബോട്ടം ബേസ് സെൻട്രലി ഓൺ ദ ടോപ്പ് ഓഫ് ക്യൂബ്. ഇപ്പോൾ ബോട്ടം സോളിഡ് ക്യൂബാണ്. ക്യൂബിന്റെ സെൻട്രലി ഓൺ ദ ടോപ്പ് ആയിട്ട് ഈ ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ് റസ്റ്റ് ചെയ്യുന്നു. ആ റസ്റ്റിംഗ് പൊസിഷൻ ഇതേപോലെ തന്നെ എടുക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ എഡ്ജ് പാരലൽ ടു VP വരുന്ന രീതിയിൽ ഇവിടെയും ഈ എഡ്ജ് പാരലൽ ടു XY ലൈൻ വരുന്ന രീതിയിൽ പൊസിഷൻ എടുക്കുക. ഈ ഒരു കോമ്പിനേഷന്റെ ഐസോമെട്രിക് വ്യൂ ആണ് ഈ പ്രോബ്ലത്തിൽ വരയ്ക്കേണ്ടത്. ഈ പ്രോബ്ലം ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക. ആദ്യം ബോട്ടം സോളിഡിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ടോപ്പ് വ്യൂ സ്ക്വയർ, ഫ്രണ്ട് വ്യൂ സ്ക്വയർ. ദെൻ ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക. ടോപ്പ് വ്യൂവില് കോൺസെൻട്രിക് ആയിരിക്കും. രണ്ട് സോളിഡിന്റെയും ആക്സിസ് സെയിം ലൈനിലായിരിക്കും. ഇതിന് അബൌട്ട് ടോപ്പ് വ്യൂവില് ബോട്ടം ബേസിന്റെ സ്ക്വയർ 40 mm, ടോപ്പ് ഫേസിന്റെ ഇത് സ്ക്വയർ കിട്ടും 10 mm സൈഡ്. ഫ്രണ്ട് വ്യൂവില് ഈ ഹൈറ്റ് 35 mm. 40 mm സൈഡ് വരുന്ന രീതിയിൽ സ്ക്വയർ വരയ്ക്കുക. ക്യൂബിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക.
സെക്കൻഡ് സോളിഡിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് വ്യൂ 30 mm സ്ക്വയർ ബോട്ടത്തിലും 10 mm സ്ക്വയർ ടോപ്പിലും വരും. 2 സ്ക്വയേഴ്സ് കിട്ടും. സെന്ററിന് അബൌട്ട് വരയ്ക്കുക. ഈ 2 സോളിഡിന്റെയും ആക്സസ് സെയിം ലൈനിലാണ്. സെന്റർ ലൈൻ അബൌട്ട് 15 mm മുകളിൽ 15 mm താഴെയായിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. ടോപ്പ് സർഫസ് സ്ക്വയർ ആണ്, 10 mm സൈഡ്. ഫ്രണ്ട് വ്യൂ ഈ ഷേപ്പ് കിട്ടും. അതിന് ടോപ്പ് വ്യൂ പോയിന്റ്സ് പ്രൊജക്റ്റ് ചെയ്യുക. ഹൈറ്റ് ഓഫ് ദ ഫ്രസ്റ്റം ഈസ് ഗിവൺ ആസ് 35 mm. 35 mm മുകളിലായിട്ട് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ പോയിന്റായിട്ട് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. ബോട്ടം സോൾഡായ ക്യൂബിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. പോയിന്റ് ബി ഇവിടെ മാർക്ക് ചെയ്തു. BA BC 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കുക. ബോട്ടം സോളിഡ് തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. $40 mm വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ക്യൂബിന്റെ ഐസോമെട്രിക് വ്യൂ വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ ഈ സ്ക്വയർ കിട്ടും, PQRS. ഈ PQRSന്റെ റോംബസ് ഇവിടെ കൊണ്ടുപോയി വരയ്ക്കണം. അതിന് പോയിന്റ് PQRS ലൊക്കേറ്റ് ചെയ്യണം. മെത്തേഡ് ഓഫ് പോയിന്റ്സ് യൂസ് ചെയ്ത് ഈ പോയിന്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക. ഈ 2 ലൈൻസിന്റെയും മീറ്റിംഗ് പോയിന്റ് ആയിട്ടാണ് P വരുന്നത്. ഈ ലൈൻ ഇവിടെ വരയ്ക്കുകയോ അല്ലെങ്കിൽ ഈ 2 ലൈൻ വരച്ച് അതിന്റെ മീറ്റിംഗ് പോയിന്റ് ആയിട്ട് P ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോയിന്റ്സ് ഒക്കെ എളുപ്പത്തിൽ കാണാൻ പറ്റും. കാരണം ഇത് സിമെട്രിക് ആണ്. ഈ ലെങ്ത് ആണ് ഇവിടത്തേക്ക് എടുക്കേണ്ടത്. നമുക്കറിയാം ഇത് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ഈ ലെങ്ത് 40, ഇത് 30 ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് 5 mm ആയിരിക്കും. ഇത് 5 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 5 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 5 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്ത് ഈ ലൈൻസ് വരച്ച് നമുക്ക് റോംബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 5 mm, ഈ ലൈന് പാരലായിരിക്കും ഈ ലൈൻ. റോംബസ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല, കാരണം ഇത് ഇൻവിസിബിൾ ലൈൻസ് ആണ്. ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കേണ്ടി വരും. നെക്സ്റ്റ് 1 2 3 4 ഈ പോയിന്റ്സ് കാണണം. 2 രീതിയിൽ വരയ്ക്കാം. ഒന്ന്, ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഈ ബോക്സിന്റെ ടോപ്പ് റോംബസിൽ ഈ പോയിന്റ്സ് 1 2 3 4 മെത്തേഡ് ഓഫ് പോയിന്റ്സ് യൂസ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുക. 1P 2Q 3R ആൻഡ് 4S ജോയിൻ ചെയ്യുക. ടോപ്പ് വ്യൂ ഒരു കാര്യം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടുപോയി. ഇതിന്റെ ഈ സ്ലാൻഡ് എഡ്ജസ് ഇവിടെ വിസിബിൾ ആയിരിക്കും. 1P 2Q 3R ആൻഡ് 4C നോൺ ഐസോമെട്രിക് ലൈൻസ് ആണ്. നമുക്ക് ഓഫ്സെറ്റ് മെത്തേഡ് യൂസ് ചെയ്തും വരയ്ക്കാം. അതിന് ഈ 1 2 3 4 ഈ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക. ഈ ലൈനിന്റെ ഈ ഹൈറ്റ് വേർട്ടിക്കൽ ലൈൻ ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ വേർട്ടിക്കൽ ലൈൻ ആയിരിക്കും. നമുക്ക് ഈ ലൈൻ വരയ്ക്കാൻ പറ്റും. ഈ 4 ലൈൻസ് വരയ്ക്കുന്നതോടെ ടോപ്പിൽ 1 2 3 4 കിട്ടും. അല്ലെങ്കിൽ ബോക്സ് മെത്തേഡ് യൂസ് ചെയ്തും വരയ്ക്കാം. ഞാനിവിടെ ഓഫ്സെറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ T1 ലൈൻ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക. അതേപോലെ 2 3 4 2 കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലൈനിന് പാരലായി ലൈൻ വരയ്ക്കുക. ഈ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ 1 കിട്ടും. 2 3 ആൻഡ് 4 ഈ 1 2 3 4ന്റെ ബോട്ടം പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഓരോ പോയിന്റ്സിനും 35 mm ആണ് ഇതിന്റെ ഹൈറ്റ്. 35 mm ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട. 35 mm ഹൈറ്റിൽ വേർട്ടിക്കൽ ലൈൻസ് വരയ്ക്കും.
35 mm ഹൈറ്റ് കട്ട് ചെയ്യുക. 1 ആയിരിക്കും അത്. ഈ റോംബസ് വിസിബിൾ ആയിരിക്കും. വൺ ടു ത്രീ ഫോർ PQRS ആയിട്ട് ജോയിൻ ചെയ്യും. 1P വിസിബിൾ ആയിരിക്കും, വിസിബിൾ ആണ്. 4S വിസിബിൾ ആയിരിക്കില്ല, ഡാഷ് ലൈൻ യൂസ് വരയ്ക്കുക. PQ വിസിബിൾ, QR വിസിബിൾ, RS ഇൻവിസിബിൾ ലൈനാണ്, ഡാഷ് ലൈൻ യൂസ് വരയ്ക്കും. PS ഇൻവിസിബിൾ ലൈനാണ്, ഡാഷ് ലൈൻ യൂസ് വരയ്ക്കും. ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. അവസാനം മാത്രമേ നമുക്ക് വിസിബിൾ ഇൻവിസിബിൾ ലൈൻസ് ഏതാണെന്ന് മനസ്സിലാവൂ. വിസിബിൾ, വിസിബിൾ ലൈൻ. ഈ ലൈൻ ഡാഷ് ലൈൻ ആയിരിക്കും. ഇറേസ് ചെയ്ത് തിൻ ലൈൻ വരയ്ക്കുക. വിസിബിൾ ലൈൻ. ഈ ലൈനിൽ ഇവിടെ വരെ വിസിബിൾ ആയിരിക്കും. അതിനുശേഷം ഇത് ഈ സോളിഡിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഫ്രസ്റ്റത്തിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കും. ഇവിടെയും ഈ പോർഷൻ വിസിബിൾ, ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കും. ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ദി സോളിഡ് ഈസ് കംപ്ലീറ്റഡ്. ബോക്സ് മെത്തേഡിലും വരയ്ക്കാം. അതിന് 35 mm ഹൈറ്റിൽ ഇവിടെ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. സെയിം റോംബസ് മുകളിൽ കിട്ടും. ആ റോംബസിൽ മെത്തേഡ് ഓഫ് പോയിന്റ്സ് യൂസ് ചെയ്ത് ഈ 1 2 3 4 പോയിന്റ്സ് ഫൈൻഡ് ചെയ്യുക. PQRSലേക്ക് ജോയിൻ ചെയ്യുക. ഏതാണോ മെത്തേഡ് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് അത് ചെയ്യുക. ബോക്സ് മെത്തേഡ് ആകുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ബോക്സ് വരും. ആ ബോക്സ് തിൻ ലൈനൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുക. കൂടുതൽ ഡ്രോയിങ്ങിന് നീറ്റ്നെസ് ഉണ്ടാകുക ഇതേപോലെ വരച്ചാലാണ്. ഡയമെൻഷൻ ചെയ്യുക.